എല്ലാ ഘടകങ്ങളും വി ഡി സതീശന് അനുകൂലമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന മാരത്തോൺ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. ഈ ചർച്ച നീളുന്നതിന്റെ കാരണം തന്നെ വി ഡി സതീശന് മുൻതൂക്കമുണ്ട് എന്നതിനുള്ള തെളിവാണ്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായുള്ള വോട്ടിംഗിൽ കൂടുതൽ MLA മാർ വി ഡി സതീശനെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഹൈക്കമാൻഡ് സാധാരണയുള്ളതിൽ നിന്നും വിപരീതമായി ഒരു പ്രൈവറ്റ് ഏജൻസിയെ കേരളത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ജനവികാരം മനസ്സിലാക്കാനായിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയെ നിയോഗിച്ചെന്നാണ് അറിയുന്നത്. അതിന്റെ റിപ്പോർട്ടും ഇന്ന് അവരുടെ കയ്യിൽ കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പ്രധാനമായും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചവരാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ജനവികാരം നോക്കേണ്ടതായിട്ടുള്ള ബാധ്യതയുണ്ട്. കാരണം അവരെ കൂടെ ജയിപ്പിച്ച ഒരു നാടാണ് കേരളം. അപ്പോൾ ഏകപക്ഷീയമായി നേതാക്കന്മാരുടെ താല്പര്യം മാത്രം കണ്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താൽ അത് വലിയ അപകടമാണെന്നുള്ള കാര്യം അവർക്ക് നന്നായി അറിയാം. എന്തായാലും ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് കേരളത്തിൽ ജയിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ബോധം നേതൃനിരയിൽ ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. നേതാക്കന്മാരുടെയും MLA മാരുടെയും മാത്രം താല്പര്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാവില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. കേരളത്തിന് വളരെ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എല്ലാ ഘടകങ്ങളും വി ഡി സതീശന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 90% മുഖ്യമന്ത്രിയാകാൻ ചാൻസ് ഉള്ളത് വി ഡി സതീശന് തന്നെയാണ്. KPCC പ്രസിഡന്റുമാരായിരുന്ന ആളുകളെല്ലാം ഇപ്പൊ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ, മുരളീധരൻ അങ്ങനെയുള്ള ആൾക്കാരെ ഒരു അവസാനഘട്ട ചർച്ചയിലേക്ക് ആണ്. മിക്കവാറും നാളെ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. താഴെത്തട്ടിലുള്ള ജനവികാരം മനസ്സിലാക്കാനായി ഒരു ഹിഡൻ ഏജൻസിയെ ഏൽപ്പിച്ചത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ വിജയിച്ചു വന്ന പല MLA മാർക്കും പൊതുപരിപാടിയിലോ അല്ലെങ്കിൽ അവർ വിജയിച്ച സ്വീകരണ പരിപാടിയിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലായിടത്തും ചെല്ലുമ്പോഴും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ട് ആദ്യം ഒരു വാർത്ത വന്നിരുന്നു കൂടുതൽ MLA മാരും KC വേണുഗോപാലിനെയാണ് സപ്പോർട്ട് ചെയ്തത്, അപ്പോൾ ഉറപ്പായിട്ടും KC തന്നെ മുഖ്യമന്ത്രിയാകും എന്നൊരു ഭയപ്പാട് എങ്ങും പടർന്നിരുന്നു. അതിനെ തുടർന്നാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയതും പ്രതിഷേധങ്ങൾ ഇത്ര കടുത്തതും. അതിന്റെ ഭാഗമായിട്ട് MLA മാരെ എവിടെ ചെന്നാലും ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുപരിപാടികൾ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഏജൻസിയുടെ റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ 90% ആളുകളും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു റിപ്പോർട്ടാണ് അവിടെ ചെന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ KPCC അധ്യക്ഷനായ കെ സുധാകരൻ സപ്പോർട്ട് ചെയ്തത് KC വേണുഗോപാലിനെയാണ്. ഇത്രയും നാളും കെ സുധാകരനും KC വേണുഗോപാലും രണ്ട് ഗ്രൂപ്പുകളാണ്. ശത്രുതാ മനോഭാവമുള്ള ഗ്രൂപ്പുകളായിരുന്നു. രണ്ടുപേരും കണ്ണൂരുകാരാണ്. എന്തായാലും കെ സുധാകരൻ ഡൽഹിയിൽ ചെന്ന് വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യില്ല. അദ്ദേഹം സത്യസന്ധമായി നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം വി ഡി സതീശനെ തന്നെ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹം വി ഡി സതീശനെ തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. കാരണം അദ്ദേഹം പറയണ്ടായി, കഷ്ടപ്പെടുന്നവന് അതിന്റെ കൂലി കിട്ടണം എന്ന നിലപാടാണ് എനിക്കുള്ളത് എന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും വി ഡി സതീശൻ തന്നെയാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ആ വാർത്ത കേൾക്കാനായി നമുക്ക് കാത്തിരിക്കാം.